നമ്മൾ ഇന്ന് കായലിലാണ് എത്തിയിരിക്കുന്നത്. പെഴുമ്പുഴ ഇഷുക്കാവില് ആണ്. അടുത്തുള്ള കായലാണ് നമ്മൾ എത്തിയത്. നല്ല ഭംഗിയാണ്, കാണിച്ചു തരാം. പയ്യെ ഇറങ്ങി ഇവിടെ ഇറങ്ങി. രാവിലെ വരണം. ഇതാണ് കായല്. നല്ല കാറ്റുണ്ട്. അങ്ങോട്ടല്ലേ അമ്പാടി. ഇവിടെ കുഴിയുണ്ട്, വലിയ കുഴിയുണ്ട്. പോവല്ലേ അങ്ങോട്ട്. കായല് ഇതെവിടെ നിൽക്കി. ഇവിടെ പോവല്ലേ. ഇങ്ങോട്ട് അമ്പാടി, നോക്ക് അമ്പാടി. ഇറങ്ങിപ്പോവല്ലേ. ഇതാണ് കായൽ. ഇഷിക്കാവിൻ്റെ അടുത്തുള്ള കായലാണിത്. ഇവിടെയാണ് വള്ളംകളി നടക്കുന്ന സ്ഥലം. കണ്ട, ഭയങ്കര നല്ല വെയിലായി. വൈകിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അങ്ങ് അറ്റത്തൊരു അമ്പലമുണ്ട്. അവിടെ ആ അമ്പലത്തിൻ്റെ പേരാണ് ചിത്തൻ കാവെന്ന് പറയും. അവിടെ നമുക്ക് ഒരു ദിവസം പോയി കാണിക്കാം വീഡിയോയിൽ. നോക്കിയേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കായലാണ്, ഇവിടെ ഉള്ള കായലാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല വെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ. രാവിലെ വരാനാണ് നല്ല ഭംഗി. വള്ളമൊക്കെ ഒരുവിധം പഴകിയ വള്ളം, ചീത്തയായ വള്ളമൊക്കെ ഇവിടെ ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചീത്തയായി. നല്ല ഭംഗി, നല്ല കാറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു 5 മണിയായി കാണും. ഇപ്പോൾ ഒരു 5 മണിയായി കാണും. അതാണ് ഇവിടെ. ഇത് തൊട്ടപ്പുറത്താണ് ഇഷിക്കാവ്. അമ്പലം തുറക്കാറായി. അതുകൊണ്ട് നമുക്ക് അതുവഴി ഒന്ന് നോക്കാം. ഞാൻ പോണ വഴിയാണ്. ഇതിൽ പോകാൻ ഇതിൻ്റെ ആ ഭാഗമാണിത്. ഇവിടെ ഇഷിക്കാവുണ്ട്. നമുക്ക് അപ്പത്തെ സൈഡിൽ പോയിക്കാം. ഓ, ആ വഴിയിലൂടെയാണ് നമ്മൾ പോണത്. കാടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലവും. അപ്പൊ ഭയങ്കര ഇത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലം. സമയമായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു കുളമുണ്ട്, ഒരു അമ്പൽക്കുളമുണ്ട് ഈ സൈഡിൽ. ചിറ പോലെ ഇതാണ് ഇഷിക്കാവ്. നമ്മൾ ഇന്നാൾ ഒരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ ഭാഗമാണ് നമ്മൾ കാണിച്ചതെന്ന്. ഈ ഭാഗമാണ് നമ്മൾ കാണിച്ചാക്കുന്നത്. നമുക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല.
അതുകൊണ്ടാണ് ഇതിലെ ഒരു ഭാഗമാണ് കായലിൻ്റെ ഒരു ഭാഗമാണ് ഇത് കാണുന്നത്. നല്ല വെയിലായി, അതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇഷിക്കാവിൻ്റെ ആ പകുതി ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല കാടും ഒക്കെയാണ് സ്ഥലം. കായലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോവുക. ഇഷിക്കാവിൻ്റെ ഒരു മധ്യഭാഗത്താണ് നമ്മൾ എത്തിയത്. ഇതാണ് അമ്പലം നിൽക്കുന്നത്. എന്നുവെച്ചാൽ ആ കായലിൽ നേരെ സ്ഥിതി ചെയ്താണ് ഈ അമ്പലം നിൽക്കുന്നത്. പണ്ടൊക്കെ അങ്ങോട്ട് പോവായിരുന്നില്ലേ? വെള്ളമില്ലേടാ? അയ്യോ, കുഴിയില്ലേ? ഏതാണ് അപ്പുറത്താ? വേണ്ട അമ്മ, വേണ്ട. പൊതിയൊന്നും വേണ്ട. അവിടെ പോവാം നമുക്ക്. കായലിൻ്റെ ഒരു സൈഡ് ഇവിടെ ഇതുണ്ട്, അമ്പലം. ഇതാണ്ടേ കാണാൻ പറ്റൂടാ. അമ്പലം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ കായലിൻ്റെ ഒരു ഭാഗം കാണിക്കാം. അതിലേ നമ്മൾ പോവുകയാണ്. ചെറിയ ചെറിയ വഴികളാണ്, വഴി കൂടെ പോവുക. രാവിലെയൊക്കെ മീൻ പിടുത്തക്കാരൊക്കെ ഉള്ളു അല്ലേ? വൈകിട്ടൊക്കെ അങ്ങനെ ഇല്ല, മീനൊന്നും പിടിക്കുന്നവരൊന്നും ഇല്ല വൈകിട്ടൊന്നും. പറയടാ, നമ്മൾ നടന്നുകൊണ്ട് പോവുകയാണെന്ന് പറ. അതെ, ഇതൊരു ഭാഗമാണ് കായലിൻ്റെ ഒരു ഭാഗം. കണ്ടോ, പൂവൊക്കെ കണ്ടോ? നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിൽക്കും, അപ്പുറത്തൊക്കെയും പറ്റില്ലടാ. ഇതാണോ ചെന്നത്? ഇതാണോ? നിൽക്കി അതുകൊണ്ട് അവർ പോകണല്ലോ. ചാടിക്കും വെള്ളം നീന്താനും ഇവിടെയൊക്കെ കുഴിയുള്ള ഭാഗമാണ്. ഇതിൻ്റെ പേണ്ട കണ്ട വെള്ളം കണ്ട, ഇവിടെ നല്ല കുഴിയുണ്ട്. ചങ്ങലയ്ക്ക് കിട്ടിയിട്ടാണ് വെള്ളം. കണ്ട വള്ളമാണ്. ചങ്ങാട് ഇത് കെട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ കുഴിയുണ്ട്, നല്ല കുഴിയുണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല കാറ്റും എല്ലാം ഉണ്ട്. നമുക്ക് നല്ല കാറ്റും. അമ്പാടിയോ ഇവിടുന്ന് കളിക്കുകയാണ്. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്പാടി എന്നും പറയും കായലിൽ അടുത്താണെങ്കിലും കായലിൽ കൊണ്ടുപോകാനുള്ള സമയമൊന്നും നമുക്കില്ലായിരുന്നു. ജോലിയിലേക്ക് ആയാൽ പോകും. ഇങ്ങനെ ഒരു നല്ലൊരു വീഡിയോയും കൂടി നമുക്ക് ഇട്ട് തരണ്ട. നല്ല ഭംഗിയുള്ള സ്ഥലം പരവൂർ പെരുമ്പുഴ ഇഷിക്കാവിലെ കായലാണിത്. ഇവിടെയാണ് നമ്മൾ വള്ളം കളി, പരവൂർ ജലോത്സവം എന്ന് പറയും. ഇവിടെ നടക്കുന്ന സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം. അവൻ്റെ വെള്ളത്തിൽ പേടിയാണ് എനിക്ക്. ഭയങ്കര കുഴിയാണ്. അവനെ പിടിച്ചാക്കുകയാണ്. തേങ്ങ ഒരു കുഞ്ഞ് തെങ്ങിലാണ് തേങ്ങയൊക്കെ കണ്ടത്. മീഡിയം ഇതാവത്തേ ഉള്ളു. അപ്പോഴാണ് തേങ്ങയൊക്കെ പിടിക്കുന്നത്. ഇതാണ്. ഇനി അപ്പുറത്തൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെയും കൂടി പോയിട്ട് വരാം. കണ്ടോ, നടന്നു പോവുക. ഇഷിക്കാവിൻ്റെ ഒരേ ഭാഗങ്ങളാണ്, കായലിൻ്റെ ഒരേ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. കണ്ടോ,
സ്ഥലവും. വെയിലായി വെയിലായി. ഇവിടെ ഒരു പോത്തുണ്ടോ? ഇല്ല, പോത്തും എല്ലാം നല്ല സ്ഥലം. ഇവിടെ കുഴിയുണ്ട്. അടങ്ങിരി, അവിടെ ഒന്നും പോണ്ട. അവിടെ പൊളിഞ്ഞിരിക്കുന്നു. അവിടെ പൊളിഞ്ഞ സ്ഥലമാണ്. കുഴിയുള്ള സ്ഥലമാണ്. ഇവിടെ കുഴിയൊക്കെ ഉണ്ട്. ഇല്ലടാ, കുഴിയുണ്ട്. തട്ടല്ലേ കുഴി. ആ പിള്ളേരെ അവിടെ നിന്നല്ലേ കുളിച്ചത്. കുഴിയില്ലേ? അമ്പാടിക്കൊക്കെ ഇത്ര മുങ്ങും. നല്ല സ്ഥലമല്ലേ നമ്മളെ ചങ്ങാടം. ഇഷ്ടിക്കാവ് ചങ്ങാടം. അമ്പാടി അവിടെ നിൽക്കുന്നു. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായി കായലൊക്കെ കണ്ടപ്പോൾ. അപ്പം അങ്ങനെ വരാറില്ല. നമ്മളെ വീടിൻ്റെ അടുത്താണെങ്കിലും അങ്ങനെ വരാറില്ല. കണ്ട കായലിൻ്റെ ഭംഗി. സന്ധ്യയാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സൂര്യനൊക്കെ അസ്തമിച്ച് ഇങ്ങനെ കാണുന്ന ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് അത് കയറാൻ പറ്റുമോ? അമ്പാടിന് ഇച്ചിരി അങ്ങോട്ട് കേട്ടടാ. കെട്ടിയിട്ടാക്കിയുന്നുണ്ട് നോക്ക്. അമ്പാടി ഇവിടെ തന്നെ ഇരിക്കണം. എവിടെ പോകല്ലേ? അവിടെ ഇരുന്ന് അവിടെ ഇരി. അമ്പാടി ഇതേണ്ട വള്ളത്തിൽ ഇരിക്കുന്നുണ്ട്. കണ്ട, അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായി വള്ളത്തിൽ ഇരിക്കണം. അമ്പാടി അമ്പാടി പറയടാ, ഹായ്, ഞാൻ വള്ളത്തിൽ ഇരിക്കണം എന്ന് പറയും. ഇതാ നോക്ക്. ആ മതി മതി, വാ വാ പോവാം, വാ മതി. കൊണ്ടോ വാ വാ. എന്തടേ? അപ്പോൾ ഇത്രയുള്ള നമ്മളെ കാവ് കാണിച്ചില്ലല്ലേ? ഇഷ്ടിക്കാവ്. ബാബാ, അമ്പാടി വരാൻ മനസ്സ് വരുന്നില്ല. അമ്പാടി വീണ്ടും വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മതി, വാ, ഇനി ഒരു ദിവസം വരാം. വാ. ഇനി നമ്മൾ ഇഷ്ടിക്കാവിലോട്ടൊന്ന് പോവാം. ഇഷ്ടിക്കാവ് തുറന്ന് കാണുമോ? ചങ്ങാടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ചങ്ങാടം. നോക്ക്, സ്ഥലം നോക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? ഇത്രയും നല്ല മനോഹരമായ സ്ഥലം എവിടെയാണ് കിട്ടേണ്ടത്? ഇനി നമ്മൾ ഇഷ്ടിക്കാവിലോട്ട് പോവുകയാണ്. ഇഷ്ടിക്കാവിലോട്ട് പോവുക. അവിടെ ഒന്നും കാണിച്ച് ഇഷ്ടിക്കാവിലോട്ട് പോവുകയാണ്. ആളുണ്ടാടേ. ഇതിലേ കയറാൻ പറ്റുമോ? ഇഷ്ടിക്കാവിലോട്ട് പോവുകയാണ്. അമ്പലത്തിൽ ഞാൻ കുളിച്ചില്ലായിരുന്നു കേട്ടോ. ജോലിയും കഴിഞ്ഞ് നല്ല സമയമായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റൂല. പുറത്ത് കാണിക്കാം, പുറത്തുള്ള കാര്യങ്ങൾ കാണിക്കാം. അങ്ങോട്ട് പോവുകയാണ്. അല്ലേ?
എച്ചിക്കാവാണ് നമ്മൾ കാണാൻ പോണ എച്ചിക്ക. വായനയൊക്കെ തീർന്ന് അമ്പലം തുറന്നില്ലെന്ന് തോന്നുന്നു. കണ്ട, ഇതാണ് എച്ചിക്കാവിൻ്റെ ഫ്രണ്ട് ഭാഗം. അമ്പലം തുറന്നില്ല. ഇതാണ് എച്ചിക്കാവ്. ഇതാണ് എച്ചിക്കാവ് അമ്പലം. അമ്പലത്തിൻ്റെ അമ്പലം തുറന്നില്ല. ഇതാണ് അമ്പലം തുറക്കാറായില്ല. ഇതാണ് എച്ചിക്കാവ്. ഇവിടുത്തെ ഒരമ്മയുണ്ട് ഇവിടെ. അമ്മയാണ് തൂക്കുന്നതാണ്. ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്ന അമ്മയാണ്. ചാനലുണ്ട്, ചാനൽ കാണും. എച്ചിക്കാവ് നട തുറന്നില്ലല്ലോ. നട തുറന്നില്ല. ഇച്ചിരി നേരത്തെയാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മൾ ഓടി ചാടി നടന്ന അമ്പലമാണിത്. ഇവിടെ അന്നപൂർണേശ്വരിയും പിന്നെ പറയോ, അമ്മയുടെ അടുത്ത് ഞാൻ പറയാം, അമ്മ പറയും. ദുർഗാദേവി, അന്നപൂർണേശ്വരി, യക്ഷിത്തമ്പുരാട്ടി. പ്രധാനം ഇവിടെ യക്ഷിത്തമ്പുരാട്ടി അല്ലായിരുന്നു, പണ്ട് മുതലേ യക്ഷിത്തമ്പുരാട്ടി. അതിനുശേഷം കുടിയിരുത്തിയതിന് ശേഷം ഈ ദുർഗയും അന്നപൂർണേശ്വരിയും പരമശിവനും സർപ്പവും ഗണപതി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് ഇവരെല്ലാവരും കുടികൊണ്ട്. അതിന് മുമ്പേ ഇവിടെ പ്രാധാന്യം പണ്ടേ ഉള്ളത് എൻ്റെയും കുട്ടിക്കാലം മുതൽ യക്ഷിത്തമ്പുരാട്ടി മാത്രമേ ഉള്ളൂ. അത് വന്ന കഥ നമുക്ക് എനിക്ക് അത്ര ഇല്ല. ഇവിടുത്തെ ഞാൻ ഒരു ദിവസം തന്നെ ഇപ്പം വന്ന പോറ്റിയല്ലേ. പിന്നെ അറിയാവുന്ന പഴയ ആളുകൾക്ക് കുറെയൊക്കെ അറിയാവും. വേറൊരു ദിവസം വന്ന് ഞാൻ ഇതിന്റെ കഥ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റൂ. ചിത്രീകരണം പുറത്ത് ആർക്കയക്കുന്നു ഞാൻ പറഞ്ഞു. എന്റെ വേണ്ട, ഇതൊരു ഇവിടെ ഒരാളുണ്ട് കണ്ട. ഇവിടെ ഒരു വലിയൊരു മരം ഒരുന്നു കണ്ട. പിന്നെ ഇവിടെ ഇത് സർപ്പം കുടികൊള്ളുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളു. നമ്മൾ വന്ന് എല്ലാം കണ്ട്. ഇതാണ് എച്ചിക്കാവ്. അപ്പോഴും ടാറ്റ പറ. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. മറ്റേ ആളെന്ത് അങ്ങനെ ഇനി അടുത്ത വീഡിയോസായിട്ട് കാണാം. ഓക്കെ.